നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ജീവന് വിലയില്ലാതെ മലയോരത്ത് ജീവിക്കുന്നത് കർഷകരും ആദിവാസികളും മാത്രമാണ്. ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകൾ മാത്രമാണ് മലയോര ജനത. മലയോര ജനതയുടെ ഉപജീവനം മുട്ടിക്കാൻ കാട്ടുമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്നു. കാർബൺ ഫണ്ട് കൈക്കലാക്കാൻ മലയോര ജനതയെ കുടിയിറക്കുന്നുവെന്നും മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം പൊട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കാൻ സർക്കാർ, അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല. കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് MLA നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാർ ജോസഫ് പാംപ്ലാനി വെല്ലുവിളിക്കുകയും ചെയ്തു. വനപാലകരുടെ പണി വനപാലനമാണ്, അല്ലാതെ കർഷകരുടെ വീട്ടിലെ ചട്ടി പൊക്കി നോക്കുകയല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. ഓന്തിനെ പിടിച്ചു, ഉടുമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ കർഷകരെയും അറസ്റ്റ് ചെയ്യാൻ ഇനി അനുവദിക്കില്ല. കർഷകരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറായാൽ സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി വെല്ലുവിളിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.